ഏലിയൻ അബ്ഡക്ഷൻ. അന്യഗ്രഹ ജീവികൾ തട്ടിക്കൊണ്ടുപോയ മനുഷ്യനെ കുറിച്ച് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായതും എന്നാൽ വളരെ വിശ്വസനീയമായതുമായ ഒരു കഥയാണ് ട്രേവിസ് വാൾട്ടൺ ഇൻസിഡന്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ ട്രേവിസ് വാൾട്ടൺ ഇൻസിഡന്റ് എന്ന്. 1975 നവംബർ 5-നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അമേരിക്കയിലെ അരിസോണയിലെ ഒരു ഫോറസ്റ്റിൽ ട്രേവിസ് വാൾട്ടനും 6 സുഹൃത്തുക്കളും മരം വെട്ടുകയായിരുന്നു. ഇവരുടെ തൊഴിൽ എന്ന് പറയുന്നത് മരം വെട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ അവരുടെ ജോലി കഴിഞ്ഞ് ഏകദേശം ഒരു സന്ധ്യ നേരത്ത് ഇവർ തിരിച്ചു പോകുമ്പോൾ വഴിയരികിൽ ഇവർ കാര്യം ശ്രദ്ധിച്ചു. അതായത് ഇവരുടെ വണ്ടിയുടെ പുറത്തായിട്ട് ഏകദേശം ഒരു 20 അടി മുകളിൽ ഒരു പറക്കുംതളിക പോലൊരു വസ്തു, അതിൽ നിന്ന് ഒരുപാട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇത് കണ്ട് ബാക്കി 6 പേരും വളരെ പേടിച്ച് വണ്ടിക്കകത്ത് തന്നെ ഇരുന്നെങ്കിലും ട്രേവിസ് വാൾട്ടൺ പെട്ടെന്ന് തന്നെ വണ്ടിയുടെ പുറത്തിറങ്ങിയിട്ട് ആ വസ്തുവിനെ ലക്ഷ്യമായിട്ട് നടന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്, വെറുതെ അങ്ങോട്ട് പോകണ്ട, അത് വളരെ ഡേഞ്ചറസ് ആയി ഒന്നായിരിക്കാമെന്നൊക്കെ. എന്നാൽ ഇതൊന്നും വകവെക്കാതെ ട്രേവിസ് വാൾട്ടൺ ആ വസ്തുവിനെ ലക്ഷ്യമിട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് ട്രേവിസ് വാൾട്ടൺ ഈ ഒരു വസ്തുവിന്റെ അടുത്ത് എത്തിയതും ആ ഒരു പറക്കുംതളികയിൽ നിന്ന് വളരെ ശക്തമായ ഒരു ലൈറ്റ് വന്ന് ട്രേവിസ് വാൾട്ടന്റെ ശരീരത്തിലിടിക്കുകയും ട്രേവിസ് വാൾട്ടൺ തെറിച്ചു വീഴുകയും ചെയ്തു. ഇത് കണ്ട് പേടിച്ച് പാനിക്കായി ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അപ്പം തന്നെ വണ്ടി എടുത്ത് ആ സ്ഥലത്ത് നിന്ന് വിട്ടു. അങ്ങനെ കുറച്ചു ദൂരത്തേക്ക് എത്തി ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് ഒരു കുറ്റബോധം തോന്നി. തന്റെ ഫ്രണ്ട്സിനെ അവിടെ ഒറ്റക്കാക്കിയിട്ട് വരാൻ പാടില്ലായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് അവരുടെ ഫ്രണ്ട്സിന്റെ ആ സ്ഥലത്തേക്ക് പോവുകയും എന്നാൽ അവിടെ എത്തിയപ്പോൾ ഇവർക്ക് ആ പറക്കുംതളികയും കാണാൻ പറ്റിയിട്ടില്ല, ട്രേവിസ് വാൾട്ടനെയും കാണുന്നില്ല. അങ്ങനെ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി മൊത്തം മരിച്ചു പറക്കിയെങ്കിലും ഒന്നും കണ്ടെത്താൻ തന്നെ അവർക്ക് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും നടന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയുകയും ചെയ്തു. എന്നാൽ ഇവരുടെ കഥ കേട്ട പോലീസിന് എന്തോ ഒരു സംശയം തോന്നി. എന്നാൽ ഇവർ പറഞ്ഞത് കൊണ്ട് തന്നെ ആ സ്ഥലത്തേക്ക് പോയി പോലീസ് മൊത്തത്തിൽ അരിച്ചു പറക്കി. പക്ഷെ പോലീസിന് അവിടെ ഒന്നും തന്നെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ സ്വാഭാവികമായിട്ടും പോലീസിന് സംശയം നേരെ ഈ 6 പേരിലേക്ക് വന്നു. അങ്ങനെ ഇവർ 6 പേരെയും പോലീസ് നുണപരിശോധനയ്ക്ക് വിധേയമാക്കി. എന്നാൽ ഇവർ 6 പേരും പറയുന്ന കാര്യങ്ങൾ ഏകദേശം ഒരേപോലുള്ള കാര്യങ്ങൾ തന്നെ ആയതുകൊണ്ട് പോലീസിനും ഈ സംഭവത്തിൽ ചെറിയൊരു വിശ്വാസവും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു സന്ധ്യ നേരത്ത് ട്രേവിസ് വാൾട്ടന്റെ സിസ്റ്റർക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ആ ഫോൺ കോളിൽ ട്രേവിസ് വാൾട്ടൻ ആയിരുന്നു ഉണ്ടായിരുന്നു. എന്നാൽ ട്രേവിസ് വാൾട്ടന്റെ സിസ്റ്ററോട് ട്രേവിസ് വാൾട്ടൻ പറഞ്ഞത് താൻ മിസ്സായിട്ട് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ്. എന്നാൽ ട്രേവിസ് വാൾട്ടൻ മിസ്സായിട്ട് ഏകദേശം 5 ദിവസവും 6 മണിക്കൂറുകളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രേവിസ് വാൾട്ടനെ ഇവരൊക്കെ കൂടി ഹിപ്നോസിസിന് വിധേയമാക്കി. അങ്ങനെ ട്രേവിസ് വാൾട്ടൻ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് പറയാൻ തുടങ്ങി. താൻ ബോധം വന്നപ്പോൾ ഒരു പേടകത്തിനകത്തായിരുന്നു എന്നും അതിനകത്ത് കുറെ അന്യഗ്രഹ ജീവികൾ ഉണ്ടായിരുന്നു എന്നും അവർ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നും അതിൽ കുറച്ച് പേര്, ഒരു മനുഷ്യനെ പോലുള്ള കുറച്ച് പേര് തന്നെ വേറൊരു മുറിയിലേക്ക് കൊണ്ടുപോയെന്നും അവിടെ വെച്ച് ഒരു മാസ്ക് ധരിപ്പിച്ചപ്പോൾ തന്റെ ബോധം പോയെന്നും പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഈ ഒരു റോഡ് സൈഡിലായിരുന്നു ഉണ്ടായിരുന്നെന്നും ട്രേവിസ് വാൾട്ടൻ അന്ന് പറഞ്ഞു. ഈ ഒരു സംഭവം പിന്നീട് ലോകമെമ്പാടും വലിയൊരു ചർച്ച തന്നെയായിട്ട് മാറി. അതിൽ ഭൂരിഭാഗം ആൾക്കാരും വിശ്വസിക്കുന്നത് ഇത് ട്രേവിസ് വാൾട്ടൻ തന്റെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വെറും കെട്ടുകഥയാണ് എന്നാണ്. എന്നാൽ ഇതിന്റെ സാക്ഷികളുടെ ഉറച്ച മൊഴികളും നുണപരിശോധനാ ഫലങ്ങളൊക്കെ ഇന്നും അന്യഗ്രഹ ജീവി ഗവേഷകർക്കിടയിൽ വളരെ വിശ്വസനീയമായ ഒരു കഥയായിട്ട് മാറുകയാണ്. ഈ ഒരു കഥ കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് യുവർ തോട്ട്സ് ബിലോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.